ആറന്മുള വിമാനത്താവളത്തിനായി കണ്ടെത്തിയ ഭൂമിയിൽ IT പാർക്ക് പദ്ധതിയുമായി വിമാനത്താവള സംരംഭകരായ KGS ഗ്രൂപ്പ് രംഗത്ത് വന്നിരിക്കുന്നു. ഇൻഫോ പാർക്ക് ഇൻ്റഗ്രേറ്റഡ് ബിസിനസ് ടൗൺഷിപ്പ് എന്നതാണ് ഈ പുതിയ പദ്ധതിയുടെ പേര്. 7000 കോടി രൂപയുടെ നിക്ഷേപവും 10,000 പേർക്ക് തൊഴിലുമെന്നാണ് വാഗ്ദാനം. TOFL പത്തനംതിട്ട ഇൻഫ്രാ ലിമിറ്റഡ് എന്ന പേരിലാണ് പുതിയ പദ്ധതി. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, ഒരു IT പാർക്ക് കൊണ്ടുവരുന്നതിലൂടെ അവർ ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ് ഇതിലൂടെ? പല വിധത്തിൽ, അതായത് വികേന്ദ്രീകൃതമായ നിലയിൽ IT പാർക്കുകൾ സ്ഥാപിക്കുന്ന ഒരു നയം സർക്കാരിനുണ്ട്. ഇതിനനുസൃതമായ ഒരു പദ്ധതിയുമായിട്ടാണ് ഇപ്പോൾ വിമാനത്താവള കമ്പനിയുടെ സംരംഭകരായിരുന്ന അതേ സംരംഭകർ ഇപ്പോൾ IT പാർക്ക് എന്ന സംരംഭവുമായി എത്തിയിരിക്കുന്നത്. ആറന്മുള വിമാനത്താവളത്തിനായി കണ്ടെത്തി ക്രമീകരിച്ച ഭൂമിയിൽ തന്നെ IT പാർക്ക് തുടങ്ങാനാണ് ഇപ്പോൾ സർക്കാരിനെ സമീപിച്ചിരിക്കുന്നത്. IT വകുപ്പിനാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു അപേക്ഷയും മറ്റും നൽകിയിരിക്കുന്നത്. ഈ അപേക്ഷയിൽ പറയുന്നത് 7000 കോടി രൂപ മുതൽ മുടക്കിൽ ഒരു ഇൻഫോ പാർക്കും ഇൻ്റഗ്രേറ്റഡ് ബിസിനസ് ടൗൺഷിപ്പും സ്ഥാപിക്കുമെന്നതാണ്. 10,000 പേർക്ക് അവിടെ തൊഴിലവസരം ഉണ്ടാകുമെന്നാണ് കമ്പനിയുടെ വാഗ്ദാനം. നേരത്തെ KGS ആറന്മുള എയർപോർട്ട് ലിമിറ്റഡ് എന്ന കമ്പനിയായിരുന്നു വിമാനത്താവള കമ്പനിയുടെ പ്രയോജനങ്ങൾ. ഇപ്പോൾ TOFL പത്തനംതിട്ട ഇൻഫ്രാ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഈ IT പാർക്ക് പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. IT പാർക്കിന് വേണ്ടി നേരത്തെ വിമാനത്താവളത്തിനായി കണ്ടെത്തിയിരിക്കുന്ന 139 ഹെക്ടർ പ്രദേശം ഭൂമി കൈവശം ഇവരുടെ കയ്യിലുണ്ട്. ഈ ഭൂമിയിൽ ആണ് IT പാർക്ക് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ നേരത്തെ ഇവിടെ വിമാനത്താവളം പദ്ധതി നടത്താൻ വന്നപ്പോൾ അവിടെ വലിയ തോതിൽ സമരമുണ്ടായി. നെൽവയലും തണ്ണീർത്തടവും നികത്തിയുള്ള പദ്ധതിക്കെതിരെ വലിയ സമരമാണ് അവിടെ നടന്നത്. ഈ സമരത്തിനൊടുവിലാണ് വിമാനത്താവള പദ്ധതിക്ക് അവിടെ അനുമതി ഇല്ലാതായത്. എന്നാൽ അതേ സ്ഥലത്ത് തന്നെ വീണ്ടും IT പാർക്ക് സ്ഥാപിക്കാനുള്ള സംരംഭവുമായാണ് ഈ കമ്പനി മുന്നോട്ട് വരുന്നത്. IT വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃഷി വകുപ്പിൻ്റെ അഭിപ്രായം തേടിയിട്ടുണ്ട്. ഇവരുടെ പദ്ധതി കൃഷി വകുപ്പിന് കൈമാറിയിരിക്കുകയാണ്. കൃഷി വകുപ്പിൻ്റെ അഭിപ്രായം അറിഞ്ഞ ശേഷമായിരിക്കും സർക്കാരിൻ്റെ തുടർ നീക്കങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഈ IT പാർക്ക് വളരെ വേഗത്തിൽ ധൃതി പിടിച്ച് കൊണ്ടുവരുന്നതിൻ്റെ പിന്നിൽ എന്താണ് ലക്ഷ്യമെന്ന് ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ.